ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഭാഗവത തത്വങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ദിവസം. നമുക്ക് ചർച്ച തുടരാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് പ്രണാമ മന്ത്രങ്ങൾ വെച്ച് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമ്നേ നമാചാര്യപാദായ വിതായ കൃപപ്രദായിനേ ഗൗരഗതാദാമതായ നഗരഗ്രാമതാരിണേ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമ്നേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി നാമിനെ ശ്രീഭാഷഭാരഭീ ദേവി ദയിതായ കൃപാഭ്യേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാണിക ഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാണിക വിരതാഭ സിദ്ധാന്ത ദ്വന്ദ്രഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമോ വന്ദമതേർഗതി മത്സർവസ്യ പാദാംബോജോ രാധാ മദനമോഹനം. ദിവ്യദ്വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്തു ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ടാരഭ്യ സേവ്യമാനസ്മൃത. ശ്രീമദ്രാസരസാരംഭീ വംശീപടത്തരസ്ഥിത കർഷൻ വേണുസ്മനേ ഗോപിയൻ ഗോപിനാഥശ്രീസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്ത. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം. ഇന്നലെ നമ്മൾ പഠിച്ചത് ഭഗവാൻ കൃഷ്ണൻ ഹസ്തനപുരി വിട്ട് ദ്വാരകയിലേക്ക് പോകുമ്പോൾ ഭക്തർക്കുണ്ടാകുന്ന ആ വിരഹവേദന, അതാണ് നമ്മൾ പഠിച്ചത്. ദ്വാരകയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പാണ്ഡവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ്
ഭഗവാനെ യാത്രയാക്കിയത്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, അതായത് പാണ്ഡവർക്ക് ഭഗവാനോടുള്ള ആ ഒരു സ്നേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ? ആധ്യാത്മികമായിട്ടുള്ള ഭഗവാനോടുള്ള ആ സ്നേഹം, ഭക്തി, അത് ഭൗതികമായിട്ട് ഒരിക്കലും അളക്കാൻ കഴിയില്ല. അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ വിരഹത്തിൽ നിന്ന്. അതായത് ആധ്യാത്മികമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഭഗവാനോടുള്ള സ്നേഹമാണ്. എന്നിട്ട് എത്രത്തോളം നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എത്രത്തോളം ഭഗവാന്റെ വിരഹം നമുക്ക് അനുഭവപ്പെടുന്നു, അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടെന്നാണ്. അതായത് വീണ്ടും വീണ്ടും ഞാൻ എപ്പോഴും സത്സംഗത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നമ്മളിവിടെ ഇരിക്കേണ്ടവരല്ല, ഭഗവാന്റെ ലോകത്തിരിക്കേണ്ടവരാണ്. പക്ഷേ ആ ലോകം വിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ നമുക്കിതുവരെയും അത് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നമ്മളിവിടെ സുഖം തേടി അല്ലെങ്കിൽ സുഖം ലഭിച്ചു എന്നൊരു പ്രതീതിയിൽ ഇവിടെ നിൽക്കുകയാണ് നമ്മൾ. പക്ഷെ യഥാർത്ഥ സുഖം, യഥാർത്ഥ ആനന്ദം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. യഥാർത്ഥ സുഖത്തിലല്ല നമ്മൾ, യഥാർത്ഥ ഒരു ക്ലേശത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷെ എന്നാണോ നമ്മൾ അത് തിരിച്ചറിയുന്നത്, അപ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ഒരു വിരഹം വളരെ ശക്തമായിട്ട് തോന്നും. അതായത് ഒരു കുട്ടി, അതായത് ഈ പ്ലേ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ ഡേ കെയറിൽ കുട്ടികളെ നോക്കാനായിട്ട് നിർത്തുകയാണ്. അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചൊരു സ്കൂളിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് നോക്കുകയാണ് കുട്ടികളെ. അതായത് അച്ഛനമ്മമാർ ജോലി സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്നവരെ. എന്നിട്ട് ആ കുട്ടികൾ അമ്മയെക്കുറിച്ച് ഓർത്ത് കരയുകയാണ്. തുടക്കത്തിൽ അവിടെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അച്ഛനും അമ്മയും പിരിയാൻ അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഭയമാണ്. പക്ഷേ ആ സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം അവിടെ പല പല കളിപ്പാട്ടങ്ങളും അല്ലെങ്കിൽ ടീച്ചർ പലതും പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റോ ഐസ്ക്രീമോ അതൊക്കെ കൊടുത്തതിന് ശേഷം അവരെ അച്ഛനും അമ്മയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും അവരെ മറക്കാൻ പ്രേരിപ്പിക്കുകയാണ് പല രീതിയിലൂടെ. അങ്ങനെ ഒരുവിധം അവർ പൂർണ്ണമായിട്ടും ആ സ്കൂളിലെ കാര്യങ്ങളിൽ മഗ്നരായി കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ അവരുടെ കാര്യത്തിൽ വിജയിച്ചു. എന്നിട്ട് വീണ്ടും വീണ്ടും ഏതെങ്കിലും രീതിയിൽ ആ അച്ഛനും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ അതെങ്ങനെയെങ്കിലും അവരെ മറക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ കുട്ടികൾ പൂർണ്ണമായിട്ടും മറന്നു കഴിഞ്ഞാൽ ടീച്ചർ രക്ഷപ്പെട്ടു. അതാണ് ടീച്ചറിൻ്റെ ജോലി. നമ്മളും അതേപോലെയാണ്. നമ്മൾ ഡേ കെയറിലാണ്. മായാദേവിയാണ് നമ്മുടെ ടീച്ചർ. മായാദേവി നമ്മളെ എങ്ങനെ ഭഗവാന്റെ ചിന്തകളിൽ നിന്നും നമ്മളെ അകറ്റാം എന്ന് മായാദേവി പല രീതിയിലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡേ കെയർ സെൻറ്ററിൽ ഒരു ടീച്ചർ എങ്ങനെയാണോ ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും എൻഗേജ്മെൻറ്റ് കൊടുക്കുന്നത്. കാരണം വളരെ കൊച്ചു കുട്ടികളായതുകൊണ്ട് ഒറ്റ രീതിയിൽ മുതിർന്ന തലത്തിലുള്ള കുട്ടികൾ, അതായത് മുതിർന്ന ക്ലാസ്സുകളിലുള്ള കുട്ടികൾ അവരെ മാനേജ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അവരവരുടെ കാര്യം നോക്കി അവർക്കറിയാം ഇത് പഠിക്കാനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷേ കൊച്ചു കുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവരെപ്പോഴും അച്ഛനമ്മയെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കാം. അതേപോലെ തന്നെ നമ്മളും തുടക്കകാലത്ത് അങ്ങനെയായിരുന്നു, കൊച്ചുകുട്ടികളെ പോലെയായിരുന്നു. നമുക്ക് ഭഗവാനിൽ നിന്ന് ഒരുപാട് വിരഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മായാദേവി വളരെ ബുദ്ധിപരമായിട്ട് നമ്മളെ ഈ ലോകമായിട്ട് ബന്ധിപ്പിച്ചു. അത് കാരണം നമ്മൾ ആരാണ്, നമ്മുടെ ആരുടെ മക്കളാണ്, എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ചിന്തകളിൽ നിന്നെല്ലാം നമ്മൾ മാറിയെന്നുള്ള. എന്നിട്ട് എങ്ങനെയാണോ കൊച്ചു കുട്ടികൾ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവരൊരിക്കലും പിന്നെ ഇങ്ങനെയുള്ള കൊച്ചുകുട്ടികളെ പോലെ കരയാറൊന്നുമില്ല. അവരവരുടെ കാര്യം ഇതാണ് ജീവിതത്തിൻ്റെ ഭാഗം എന്ന് വിചാരിച്ചിരിക്കുകയാണ്, അല്ലേ? അതേപോലെ നമ്മൾ മായയിൽ കൂടുതൽ മഗ്നരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹം ഓർമ്മ വരത്തില്ല. നമ്മൾ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു ദുഃഖമൊന്നും നമുക്ക് പിന്നെ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ കാണത്തില്ല. പിന്നെ ഏറ്റവും ഉയർന്ന ലെവലിൽ ഒരു ബോർഡിംഗ് സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കുകയാണെങ്കിൽ പിന്നെ അച്ഛനമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഭൗതികപരമായിട്ട് ഈ ഒരു ഉദാഹരണം
പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മായാദേവി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കളിക്കുന്നു, നമ്മളെങ്ങനെ ഭഗവാനെ മറന്ന് ജീവിക്കുന്നു എന്നാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ പഠിത്തമാണ്, അവരുടെ ജീവിതമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ആധ്യാത്മിക തലത്തിൽ അതുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ മായാദേവി നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്, നമ്മളെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മഗ്നരാക്കുകയാണ്. അപ്പോൾ ആധ്യാത്മിക തലത്തിൽ പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ട് ഹയർ ക്ലാസ്സിൽ നിന്ന് ലോവർ ക്ലാസ്സിലേക്ക് ഇറങ്ങുക എന്നാണ്. മനസ്സിലായില്ലേ? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കമൻസിലിടാം. അതായത് നമ്മളിങ്ങനെ ഓരോരോ ക്ലാസ്സുകൾ നഴ്സറിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോവുകയല്ലേ ഭൗതികപരമായിട്ട്, അല്ലേ? പക്ഷെ ആധ്യാത്മിക പഠനത്തിൽ ഭൗതികതയിൽ നമ്മൾ ഇങ്ങനെ ചെറിയ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കണം. എന്നിട്ട് ആധ്യാത്മികമായിട്ട് ഭഗവാന്റെ സാക്ഷാത്കാരത്തിൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തണം. അതായത് ഒരു നഴ്സറി ലെവൽ കുട്ടി എങ്ങനെയാണോ അച്ഛനും അമ്മയും ഓർത്ത് വിഷമിച്ചിരിക്കുന്നത്, ഭൗതികമായിട്ടുള്ള പഠനത്തിൽ താല്പര്യം കാണിക്കാത്തത്, അതേപോലെ നമ്മൾ ഭൗതിക ജീവിതത്തിനോടുള്ള താല്പര്യം കുറയണം. എന്നിട്ട് ഒരു കുട്ടി തുടർച്ചയായിട്ട് അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ടീച്ചറിന് വേറൊരു ഉപായമില്ല. ടീച്ചർ എന്തായാലും അച്ഛനമ്മയെ വിളിക്കുക, എന്നിട്ട് പറയും നിങ്ങളുടെ കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല, ഇവിടെ എല്ലാം ബഹളം ഉണ്ടാക്കുകയാണ്, പ്രശ്നം ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയും. അതാണ് ആ കുട്ടിയുടെ വിജയം. അതേപോലെ നമ്മുടെ വിജയവും നമ്മൾ എത്രത്തോളം ഈ ലോകത്തിൽ ദുഃഖിച്ചിരിക്കുന്നു അത്രത്തോളം വേഗത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ സുഖം ആഗ്രഹിക്കരുത്. സുഖം ആഗ്രഹിച്ച ഭഗവാൻ തരികയും ചെയ്യും. പറയാം ഓക്കെ, അവർക്ക് അതല്ലേ വേണം. ആ കുട്ടി ആ ഒരു മായാദേവി നമ്മുടെ ടീച്ചറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് മായാദേവി ടീച്ചറാണ്, എന്നിട്ട് നമ്മുടെ അച്ഛനും അമ്മയാണ് ഭഗവാനും ശ്രീമതി രാധാറാണി. അപ്പോൾ ഉടനെ ഭഗവാനെ വിളിച്ചിട്ട് രാധാറാണിയൊക്കെ വിളിച്ചിട്ട് പറയും, അതായത് ഇവ കുറച്ച് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പറയുക അവന് എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ ഐസ്ക്രീമോ മേടിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. ആ ചോക്ലേറ്റ് അന്നേരത്തെ അത് കണ്ട ഉടനെ കുട്ടി പിന്നെ മിണ്ടായിരിക്കുന്നു. അപ്പോൾ ഇപ്പം മിണ്ടായിരിക്കുന്നുണ്ട്, അത് മതി, അവന് അതായിരുന്നു വേണ്ടത്, അത് കൊടുത്താൽ മതി എന്ന്. ഇടയ്ക്കിടയ്ക്ക് അറിയുമ്പോൾ ഈ ചോക്ലേറ്റും ഐസ്ക്രീമും കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ പറയുക ഇവ എപ്പോഴും ഇങ്ങനെ ചോക്ലേറ്റും ഐസ്ക്രീമും ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ല കൂടുതൽ ചോക്ലേറ്റും ഐസ്ക്രീമും കഴിച്ചു കഴിഞ്ഞാൽ അവന് ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ട് ഇനി ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഭയപ്പെടുത്തിയാൽ മതി, ഒരു വടിയൊക്കെ കാണിച്ചൊന്ന് ഭയപ്പെടുത്തിയാൽ മതി. വടി കാണിച്ചിട്ട് ഭയപ്പെടുത്തും, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറുതായിട്ടൊരു അടിയും കൊടുക്കും, അന്നേരം മിണ്ടായിരുന്നുള്ളൂ. അന്നേരം ഒന്നുകിൽ നമുക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും കിട്ടും, അല്ലെങ്കിൽ അടി കിട്ടും. അതായത് ക്ലേശങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും നമ്മൾ എങ്ങനെയെങ്കിലും ഈ ലോകത്ത് പിടിച്ചു നിർത്താനാണ് മായാദേവി നോക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവാനോടുള്ള ഒരു ഭാവം ഉള്ളിൻ്റെ ഉള്ളിൽ ജാഗൃതമായി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ലോകം ആസ്വദിക്കാൻ തോന്നത്തില്ല. ഒരു കൊച്ചുകുട്ടി ഡേ സ്കൂളിൽ, ഡേ കെയർ സെൻറ്ററിൽ ഒരു ഭക്ത പറയുന്നത് ഭൗതികതയിൽ കുറഞ്ഞു വന്നാലാണോ ആത്മീയതയിൽ വളരാൻ സാധിക്കും? ഉറപ്പായിട്ടും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഭൗതികതയും ആധ്യാത്മികതയും ഒരേപോലെ പോകാൻ കഴിയില്ല. തുടക്കത്തിൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണ്ടേ. അന്നേരം നമ്മൾ ഈ ചുവടുകൾ വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണല്ലോ ഒരു കാല് മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത്. മുന്നോട്ടൊരു കാല് വെച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറകിലിരിക്കുന്ന കാലും കൂടെ എടുത്ത് മുന്നോട്ട് വയ്ക്കണം, അല്ലേ? അല്ലാതെ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകാൻ കഴിയും? അതേപോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടി വരും. ക്രമേണ ഉപേക്ഷിച്ച് മെല്ലെ നമ്മൾ പൂർണ്ണമായിട്ടും ആധ്യാത്മിക കാര്യത്തിൽ വ്യാപൃതരായിട്ടിരിക്കണം. അല്ലാതെ
ഉയർന്ന സാക്ഷാത്കാരങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നമ്മുടെ ഭാഗവത്തിലോ പുരാണങ്ങളിലൊക്കെ നോക്കിക്കോളൂ, ഭക്തരുടെ ചരിതമൊക്കെ നോക്കിക്കോളൂ. അവരെല്ലാം പൂർണ്ണമായിട്ടും അവരുടെ ഭൗതിക ജീവിതത്തെ മാറ്റി പൂർണ്ണമായിട്ടും ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നവരാണ്. അതെന്തായാലും നമ്മൾ ചെയ്യണം. ഇപ്പോൾ പാണ്ഡവർക്ക് ഭഗവാന്റെ വിരഹം താങ്ങാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം ഭഗവാനെ അവർ സ്നേഹിക്കുന്നു. നമ്മളും ആധ്യാത്മികമായിട്ട് എത്രത്തോളം പുരോഗമിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എത്രത്തോളം ഭഗവാന്റെ വിരഹം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു മിനിറ്റ്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിരഹം നമുക്ക് തോന്നുന്നുണ്ടോ, ആ വിരഹത്തിൻ്റെ ശക്തി, തീവ്രത എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം നമ്മൾ ആധ്യാത്മികതയിൽ പുരോഗമിച്ചു എന്നാണ്. ഞാൻ എല്ലാ ദിവസവും സത്സംഗം എടുക്കുമ്പോൾ ഒരേ കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും എപ്പോഴും ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ്. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ഈ ആത്മാവ് വരുന്നത് ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ്. ഭഗവാന്റെ ലോകത്ത് തിരിച്ചെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാന ആ ഗുരുവായൂർ എങ്ങനെ വന്നു? ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതുകൊണ്ട് ഗുരുവായൂർ വന്നു. അതേപോലെ ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാന വ്യക്തി ഭഗവാനാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ. ഭൗതിക ലോകവും അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ലോകമാണെങ്കിലും ഭൗതിക ലോകത്ത് അദ്ദേഹത്തെ മറന്നിട്ടുള്ള ജീവിതമാണ്. അദ്ദേഹം ഇല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ആധ്യാത്മിക ലോകത്താണ് അദ്ദേഹത്തിൻ്റെ ആ ഈശ്വരത്വം എല്ലാവരും അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ ഇരുന്നു കൊണ്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നത് ആധ്യാത്മിക ലോകത്താണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് മനസ്സിലാക്കുന്നു. യോഗികളൊക്കെ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം കർമ്മയോഗത്തിലൂടെ നിസ്വാർത്ഥമായിട്ട് ഈ ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇതിനപ്പുറത്തായിട്ട് എന്തോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു അന്വേഷണമാണ് കർമ്മയോഗത്തിലൂടെ. ഒരു പ്രഭുജി പറയുന്ന ഹരേ കൃഷ്ണ, നമുക്ക് ജീവിക്കാൻ പണം വേണ്ടേ? പണം ലൗകികതയിൽ പെടുമോ? പൂർണ്ണമായിട്ടും ലൗകികമായ ജീവിതം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? സംശയം മാറ്റിയൊന്നും. അത് തീർച്ചയായിട്ടും പ്രഭു, നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് കാശ് വേണം, നിലനിൽപ്പിന് വേണ്ടി ഒക്കെ വേണം. പക്ഷേ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള അധികാരവും അവകാശവും എനിക്കില്ല. കാരണം എല്ലാവരും അവരവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളൊരു വലിയ പിക്ചർ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യം നോക്കുന്നതൊന്നും തെറ്റല്ല. പക്ഷേ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ കുടുംബം എവിടെ പോയി, അല്ലേ? നമ്മളാരും നമ്മുടെ ഈ ജന്മത്തെ തിരഞ്ഞെടുത്തതല്ലല്ലോ. അടുത്ത ജന്മത്തിലും നമ്മളിവിടെ തുടരുകയാണെങ്കിൽ വീണ്ടും ഒരു കുടുംബം കാണും. അത് മനുഷ്യജന്മം ആകണമെന്ന് ഉറപ്പുമില്ല. നമ്മൾ പല പല ജന്മങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു സ്വപ്നലോകത്താണ്. സ്വപ്നലോകത്തിൽ നമ്മൾ ഇതെനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം. ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വ്യൂസും കൂടും, ഫോളോവേഴ്സും കൂടും. ഒരുപാട് പേര് എന്നെ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷേ വ്യൂസിന് വേണ്ടി ഫോളോവേഴ്സിന് വേണ്ടി ഞാൻ സത്യത്തെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ തന്നെ ആലോചിച്ചോ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തന്നെ ആലോചിച്ചോ. ഒരു കോമൺ സെൻസ് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ
ഈ ലോകത്തുള്ള ഈ ശാസ്ത്ര പഠനം ഒന്നും വേണ്ട. അതൊന്നും പഠിക്കാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളെപ്പോഴും നമ്മുടെ ലോജിക് ഉപയോഗിക്കാറില്ല, നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കാറില്ല. നമ്മളെപ്പോഴും കുട്ടിക്കാലം മുതലേ നമ്മൾ പല വ്യക്തികളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, പല ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഇതിന് പകരം നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നമ്മളൊന്ന് ആലോചിച്ചു. നമ്മളല്ലല്ലോ ഈ ജന്മം നമ്മൾ എവിടെയായിരിക്കണം, ആരായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഓരോരോ ജന്മങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിലെ കുടുംബം എവിടെ, ആ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വം എവിടെ? കഴിഞ്ഞ ജന്മത്ത് നമ്മൾ വലിയ കോടീശ്വരനല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഉറപ്പ്? ഒരുപാട് കാശ് കഴിഞ്ഞ ജന്മത്തിൽ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കാം, അതിൽ ഒരു രൂപ പോലും ഇപ്പം കാണത്തില്ല കയ്യിൽ. ഒരു പക്ഷെ നമ്മൾ ഈ ലോകം ഭരിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ ജന്മത്തിൽ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്നും കാര്യമില്ല അല്ലേ? അന്നേരം കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കുക. അന്നേരം ഉത്തരവാദിത്വം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ഉത്തരവാദിത്വം എത്രത്തോളം കാലമുണ്ട്, നമ്മളത് ഉത്തരവാദിത്വമായിട്ട് ചിന്തിക്കുന്നിടത്തോളം കാലം ഉത്തരവാദിത്വമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലവർക്ക് വളരെ ഇംപ്രാക്ടിക്കലായിട്ട് തോന്നും. പക്ഷേ ചിന്തിക്കൂ, നിങ്ങൾ തന്നെ ചിന്തിക്കൂ. നമുക്കൊരു ഉത്തരവാദിത്വം എപ്പോഴാണ്? അത് ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കാണുമ്പോഴാണ്. പക്ഷെ നമ്മൾ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും പറ്റും അത് ഉത്തരവാദിത്തത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും ഉള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന്. സോ അത് നമുക്ക് കൺവിൻസ് ആവുന്നത് വരെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബാലൻസ്ഡ് അപ്രോച്ച് കീപ്പ് ചെയ്യുന്നത്. ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാലോ എന്ന് പറഞ്ഞ് നമ്മൾ ക്രമേണ ഭൗതികതയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മൾ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ശ്രീമദ് ഭാഗവതം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, വലിയ വലിയ ലോകം ഭരിച്ചിരുന്ന ആൾക്കാർ അവസാന നിമിഷം അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഋഷിമാരുമായിട്ട് ഒത്ത് താമസിക്കുകയാണ്. എന്നിട്ട് അധികം താമസിക്കാതെ അവരുടെ ശരീരത്തെ ത്യജിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. മരണത്തെ അവർ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് മരണത്തോടുള്ള ഭയം കൂടുതലാണ്. മരണത്തെ സ്വീകരിക്കാൻ താല്പര്യമില്ല. മരണത്തെ എങ്ങനെ അകറ്റാം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് നമ്മൾ പൊതുവെ ഇരിക്കുന്നത് ഇന്നത്തെ കാലത്ത്. അത് ഡൗട്ട് ക്ലിയർ ആയ പ്രഭുജി? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യത, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മൾ ജീവിക്കുന്നത് സാഹചര്യം അനുസരിച്ചും മറ്റു വ്യക്തികൾക്കും വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ വെച്ച അതുകൊണ്ട് ഞാനിന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ഇത്രയും അമൂല്യമായിട്ടുള്ള അറിവുകളാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്നത്. എല്ലാവർക്കും എന്താണ് അത് സ്വീകരിക്കാൻ പറ്റാത്തത്? കാരണം അതിനുള്ള യോഗ്യത എല്ലാവരും നേടിയെടുത്തിട്ടില്ല. കാരണം ഇത്രയും അമൂല്യമായിട്ടുള്ള അറിവുകൾ അടിയൻ പറയുന്നുകൊണ്ടല്ല പറയുന്ന, ഗുരു പരമ്പരയിലൂടെ ലഭിച്ച ഇത്രയും മഹത്തായിട്ടുള്ള അറിവുകളാണ്. ഈ അറിവുകൾ നമ്മൾ വളരെ ഫ്രീലി ആയിട്ട് ഈ ഒരു ഇതിലൂടെ കൊടുക്കുകയാണ്. പക്ഷെ ഓരോ ആൾക്കാരും അവരുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് ചാനലിലൂടെയും കാശുണ്ടാക്കുന്നു. അതൊന്നും നമുക്ക് താല്പര്യമില്ല. ഇനി പല സ്ഥലങ്ങളിൽ പോയാലും അവരൊരു ക്ലാസ് എടുക്കുമ്പോൾ അതിനായിട്ട് ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും കാശ് ചാർജ് ചെയ്യുന്നു. നമ്മുടെ ലക്ഷ്യം ഇത്രയും അമൂല്യമായിട്ടുള്ള അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ്. പക്ഷെ എന്നിട്ടും പല നിർഭാഗ്യരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല എന്നാണ്. പക്ഷേ നമ്മുടേതായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭഗവാൻ ഹസ്തനപുരിയിൽ നിന്നും ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത് പാണ്ഡവർ അവരുടെ ആ വിരഹം പ്രകടമാക്കുകയാണ്. അവരുടെ വിരഹത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ എത്രത്തോളം പുരോഗമിച്ചു, എത്രത്തോളം നമുക്ക് ഭഗവാന്റെ വിരഹം വർദ്ധിക്കുന്നു. ഭഗവാൻ ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു.
അതാണ് ആധ്യാത്മിക പുരോഗതി. നമ്മൾ ഈ ലോകത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിൻ്റെ അർത്ഥം ഭക്തിയിൽ പുരോഗമിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ എത്രത്തോളം നാമം ജപിച്ച് മുന്നോട്ട് പോകുന്നോ അത്രത്തോളം നമുക്ക് ഭഗവാനോടുള്ള വിരഹം ശക്തമായിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടെ ഓർക്കുക. ഒരു ഡേ കെയറിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ, അവരെത്രത്തോളം കരയുന്നുവോ അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടി, അത്രത്തോളം അച്ഛനെയും അമ്മയും കാണാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അവർ ആ കളിയിൽ തന്നെ മഗ്നരായിട്ടിരിക്കുകയാണെങ്കിൽ, ഒരു മാതാജി പറയുന്നത് ശരിയാണ് സ്വാമി, ഞാൻ 2-3 പേരോട് പറഞ്ഞു, അവർ പറഞ്ഞു വട്ടാണെന്ന്. ഹരേ കൃഷ്ണ. അത് വലിയ അത്ഭുതമില്ല. അതൊരു എന്താ പറയുക, അവാർഡായിട്ട് നമ്മൾ സ്വീകരിക്കുക. കാരണം ഈ ലോകത്ത് ഭക്തിയിൽ സീരിയസ് ആയിട്ടിരിക്കുന്നവരെല്ലാവരും ഭ്രാന്തന്മാരും ഭ്രാന്തികളെന്നാണ് പറയുന്നത്. പൂന്താനത്തെയും കുറൂരമ്മയും അവർക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ ഭ്രാന്ത ആർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? ഒന്നുമില്ലാത്ത ഈ ലോകത്തെ എല്ലാം ഉണ്ട് എന്ന് കരുതി എന്തോ ഉണ്ട്, എന്തിനെയോ പ്രതീക്ഷിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ആ പരമ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുക. പിന്നെ നമുക്ക് ഭ്രാന്താണെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ എഴുതിയ എല്ലാവരും ഭ്രാന്തന്മാരാണ്. വ്യാസ മഹർഷി, അല്ലേ? പിന്നെ ഈ പറഞ്ഞു കൊടുത്ത നാരദ മഹർഷി, പാണ്ഡവർ, കുന്തി മഹാറാണി, ദ്രൗപദി ദേവി, അതെന്തായാലും നടക്കത്തില്ലല്ലോ, അല്ലേ? എന്തായാലും ഇവരെക്കാട്ടിയൊക്കെ എത്ര ഗ്രേറ്റാണ് നമ്മുടെ പൂർവികർ. അവർക്ക് എന്തായാലും ഭ്രാന്തില്ല. കാരണം ഒരു കാര്യമില്ലാതെ അവർ ഇത്രയും ഉയർന്ന തത്വങ്ങൾ എഴുതത്തില്ല. അന്നേരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, പൂന്താനം, അവരൊക്കെ ഒരു കാരണമില്ലാതെ ഇതൊന്നും എഴുതത്തില്ലല്ലോ. അന്നേരം നമ്മളാണോ ശരി അതോ അവരാണോ ശരി? ഒന്ന് ചിന്തിച്ചു പോകും. അന്നേരം ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എഴുതിയ കാര്യങ്ങൾ എന്തായാലും ശ്രേഷ്ഠമായ തത്വങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്തകളെ അല്ല കൂടുതൽ വിശ്വസിക്കുന്നത്, ശ്രേഷ്ഠരായിട്ടുള്ള ഈ ആചാര്യന്മാരാണ്, പ്രഭുപാദി, ഗുരു മഹാരാജ്. അന്നേരം അവരൊക്കെ ഇത് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം കാണത്തില്ലേ? ഇനി അതെല്ലാം മാറ്റി വെച്ചാലും നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിയാലും നമുക്ക് അറിയാൻ കഴിയും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഒരു ദിവസം നമുക്ക് ഈ ശരീരം ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മൾ നേടിയെടുത്ത ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഒരു ഭക്തർ പറയുന്ന, അറിവ് വിളമ്പുന്നവരുടെയും തപസ്സും ഒരു കാരണമാണ്. തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം അതിനെ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും മുന്നിലുള്ള വ്യക്തി സ്വീകരിക്കുന്നത്. അതൊരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, അവരതിൽ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഇത് രണ്ടും കണക്റ്റഡാണ്. ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നിലുള്ള വ്യക്തി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് ഫോളോ ചെയ്യുന്നത് മറ്റുള്ളവർ ഫോളോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും മറ്റ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലൂടെ ഒരു വ്യക്തി എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആൾക്കാർ കൂടുതൽ അവരുടെ വീഡിയോ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടി? വ്യൂസ് കിട്ടാൻ വേണ്ടി. വ്യൂസ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? കാശുണ്ടാക്കാൻ വേണ്ടി, അവരുടെ ഉപജീവനത്തിന് വേണ്ടി. അന്നേരം അവരുടെ ലക്ഷ്യം ഉപജീവനമാണ്. ആ ഒരു ലക്ഷ്യം വെച്ച് അവർ പോകുമ്പോൾ അതിലവർ വിജയിക്കാറുമുണ്ട്. കാരണം എന്താ? അതാണല്ലോ അവരുടെ ലക്ഷ്യം. അന്നേരം അതായത് ഒരു ടീച്ചർ ഒരു വിഷയം പഠിപ്പിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കിയിട്ടല്ല, സ്റ്റുഡൻസിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ്. അന്നേരം ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് കാണണമെന്നില്ല. ഇൻട്രസ്റ്റ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി പോലും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ക്ലാസ് ഫ്രീ ആയിട്ടിരുന്നെങ്കിൽ നമുക്കൊന്ന് സമാനമായിട്ട് ഇരിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും, കുട്ടികൾ പോലും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല.
പഠിത്തത്തിൽ എല്ലാവർക്കും താല്പര്യം വളരെ കുറവാണ്. അതായത് ഏതൊരു കാര്യം പുതിയതായിട്ട് തപസ്യ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കൂടുതൽ. അന്നേരം അങ്ങനെയുള്ള തപസ്യകളെ കുറിച്ച് നമ്മൾ നമ്മുടെ എന്താ പറയുന്നത് പ്രഭാഷണത്തിലൂടെയൊക്കെ പറയുമ്പോൾ അതെല്ലാവർക്കും അത്ര താല്പര്യപ്പെടത്തില്ല. കാരണം അവരെന്താ ആഗ്രഹിക്കുന്നത്, അലസതയിൽ എങ്ങനെ സുഖിച്ച് പ്രശ്നങ്ങളിൽ നിന്നും ഈശ്വര ആരാധനയിലൂടെ എങ്ങനെ രക്ഷപ്പെടാം, കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാക്കാം, കുടുംബത്തിൽ സമാധാനം, ഒന്നും ചെയ്യാതെ റിസൾട്ട് കിട്ടുക, അതാണ് കൂടുതൽ ആൾക്കാരുടെയും ലക്ഷ്യം. ഇനി നിരീശ്വരവാദപരമായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ആരാധനയിലൂടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഉദാഹരണത്തിന് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിലും അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? കാശായിരിക്കും. കാശ് വേണ്ടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കാശ് വേണം. ആ കാശിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാശിന് വേണ്ടി ഓടുന്ന ആ വ്യക്തികൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പോൾ അവർക്ക് ഇതിലൂടെ, നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ, ഈശ്വര ആരാധനയിലൂടെയോ ഇതിലൂടെയോ അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുമെന്ന് അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വര ആരാധനയിൽ താല്പര്യമില്ലാത്തത്. അവർക്ക് ഇപ്പോൾ കിട്ടുന്ന സുഖത്തോടാണ് താല്പര്യം. ഇപ്പം എങ്ങനെ സുഖിക്കാമെന്നാണ്. അന്നേരം ഇപ്പം കിട്ടുന്ന സുഖം അവരെ സംബന്ധിച്ചിടത്തോളം കാശിലൂടെയാണ്. കാശാണ് ഏറ്റവും വലിയ ദൈവം എന്ന് അവർ വിശ്വസിക്കുന്ന, അധികാരം, ഇതൊക്കെയാണ്. ഇനി ഭക്തിയിൽ അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുന്നവർ ഈശ്വര ആരാധനയിലൂടെ ഭൗതിക സുഖങ്ങളെ നേടിയെടുക്കാം എന്നൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. നിരീശ്വരവാദികൾ ഈശ്വരനിൽ വിശ്വസിക്കാത്ത എന്തുകൊണ്ടാണ്? അവരുടെ കാര്യങ്ങൾ ഇതിനെ ഒന്നും ആശ്രയിച്ചിട്ടല്ല ഇരിക്കുന്നത്. അവരുടെ അധ്വാനത്തിലൂടെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിപരമായിട്ട് പറ്റിക്കുന്നതിലൂടെയാണ്. പ്രഭുജി വീണ്ടും ചോദിക്കുന്നു, ലൗകിക ജീവിതത്തിൽ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടത് എന്താണ് ഗുരുജി? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടിയാക്കണം. ഇപ്പം നമ്മൾ 24 മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവത് സംബന്ധമായിരിക്കണം. അതിന് വലിയൊരു ഭാഗ്യം, അനുഗ്രഹം, കുടുംബാംഗങ്ങൾ എല്ലാവരും അതിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിലാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ, നമ്മൾ അവരെ മൊത്തത്തിൽ ഈ ഒരു മാർഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ജീവിതത്തെ എങ്ങനെ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിലാക്കാം, അതിനോടൊപ്പം നമ്മുടെ കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? അത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കണം, കുടുംബകാര്യം നോക്കണം, ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം. പക്ഷെ എന്നാലും മനസ്സിലാക്കുക, ഇതെല്ലാം ഒരു ദിവസം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് ക്രമേണ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ വ്യാപൃതരാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണം. കാരണം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. അന്നേരം ഇതിനപ്പുറത്തായിട്ടുള്ള യാഥാർത്ഥ്യമായ ഭഗവാന് വേണ്ടി നമ്മൾ എപ്പോഴാണോ ജീവിക്കാൻ പഠിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാന് വേണ്ടി കുറേ കാലം ഇങ്ങനെ സേവനങ്ങളൊക്കെ ചെയ്ത് പൂർണ്ണമായിട്ടും ഭഗവത് ചിന്തകളിൽ മഗ്നരായി ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി സേവനങ്ങളൊക്കെ ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള യഥാർത്ഥ ഭാവം ഉള്ളിൽ ജാഗ്രത. ഉദാഹരണത്തിന്, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളോട് ഇത്രയും സ്നേഹമുണ്ട്? ഭാര്യയെടുത്താണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അല്ലേ, അവർക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്
അവരുടെ സന്തോഷത്തിൽ നമുക്കൊരു സന്തോഷം തോന്നും, അവരുടെ ദുഃഖത്തിൽ നമുക്കൊരു ദുഃഖം തോന്നും. ഇതേ ഭാവം ഭഗവാനോടായിരിക്കണം. അതെങ്ങനെ വരും? നമ്മുടെ ജീവിതം ഇപ്പോൾ നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, അതുകൊണ്ടാണ് അവരോട് ഇത്രയും അറ്റാച്ച്മെൻറ്റ്. നമ്മുടെ ജീവിതം ഭഗവാന് വേണ്ടി ആകുമ്പോൾ ഭഗവാനോട് അറ്റാച്ച്മെൻറ്റ് തോന്നും. ഇപ്പോൾ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കുടുംബാംഗങ്ങളോടും ഈ ലോകമായിട്ടും നമ്മുടെ ഈ ശരീരത്തിനോടുമാണ് അറ്റാച്ച്മെൻറ്റ്. എന്നിട്ട് ഇതേ അറ്റാച്ച്മെൻറ്റ് ഭഗവാനോടായിട്ട് അത് മാറണം. എന്തിന്? കാരണം അതാണ് യാഥാർത്ഥ്യം. അതായത് ഈ ശരീരത്തിനപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, അതാണല്ലോ നമ്മൾ. അതായത് ആ ആത്മാവിന് സന്തോഷവും ആനന്ദവും ലഭിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യത്തിലാണ്, ഭഗവാന്റെ സേവനത്തിലൂടെയാണ്. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് സമാധാനം കിട്ടത്തില്ല. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? കമൻസിലിടാം. ഇപ്പോൾ നമ്മൾ ഭൗതികമാണെങ്കിലും ആധ്യാത്മികമാണെങ്കിലും അത് ആ ഒരു ഭാവം ഉടലെടുക്കുന്നത് ആത്മാവിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആ ആത്മാവിൻ്റെ ഭാവമെല്ലാം ശരീരത്തിലൂടെ പ്രകടമാവുകയാണ്. ആത്മീയ ഭാവങ്ങളും ശരീരത്തിലൂടെയാണ് പ്രകടമാകുന്നതെങ്കിലും രണ്ടിൻ്റെയും വിഷയം വേറെയാണ്. അപ്പോൾ ഭക്തനായ വ്യക്തിയും കരയും, ഭക്തിയിലില്ലാത്ത വ്യക്തിയും കരയും. പക്ഷെ കരയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഭൗതികതയിലിരിക്കുന്ന ഒരു വ്യക്തി കരയുന്നത് എപ്പോഴും അവരുടെ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങളായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അവരും കരയും. പക്ഷെ ഭക്തൻ എന്തിനാ കരയുന്നത്? ഭക്തൻ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭാവത്തിലായിരിക്കും കരയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരം, നമ്മൾ ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം ഈ ശരീരത്തെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് അതെല്ലാം ഈ ശരീരത്തിലൂടെ തന്നെയായിരിക്കും പ്രകടമാകുന്നത്. പക്ഷേ എന്തിനു വേണ്ടി നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഇത് ആധ്യാത്മികവും ഭൗതികമായിട്ട് മാറും. ശ്രീല പ്രഭുപാദജി എപ്പോഴും നൽകുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് ഒരു മൈക്ക് ഭൗതികവും ആകാം ആധ്യാത്മികമാകാം. ഒരേ കമ്പനി തന്നെ ഉണ്ടാക്കിയ മൈക്കാണ്. പക്ഷെ ആ മൈക്ക് രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുകയാണ്. ഒരു വ്യക്തി അതിലൂടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും രാഷ്ട്രീയം സംസാരിക്കാനും അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ, ഈശ്വരനുമായിട്ട് ബന്ധപ്പെടാത്ത സിനിമാ ഗാനങ്ങൾ, ഭൗതികതയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ മൈക്ക് എന്താവുന്നു? ഭൗതികമായിട്ട് മാറുന്നു. ഇനി വേറൊരു മൈക്ക്, അല്ലെങ്കിൽ അതേ കമ്പനിയുടെ അല്ലെങ്കിൽ അതേ മൈക്ക് തന്നെ, ആ മൈക്ക് തന്നെ നമ്മൾ ഭഗവാന്റെ കാര്യം സംസാരിക്കാനും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഓരോ വ്യക്തികളെയും ഭഗവാനായിട്ട് കണക്ട് ചെയ്യാനും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാനും ഉപയോഗിക്കുകയാണെങ്കിൽ അതേ മൈക്ക് എന്തായി? ആധ്യാത്മികമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? പർപ്പസ് എന്താണ്? നമ്മൾ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഈ ശരീരം നമ്മൾ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഈ ശരീരം ശ്രേയസ്കരമാകും അല്ലെങ്കിൽ അധപതനത്തിലേക്ക് പോകും. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എത്രത്തോളം ആധ്യാത്മികമായിട്ട് പുരോഗമിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എത്രത്തോളം ഭഗവാന്റെ കാര്യത്തിൽ ആസക്തി വർദ്ധിക്കുന്നുവോ, എത്രത്തോളം ഭഗവാനിൽ നിന്നും നമ്മളെ അകറ്റുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ എത്രത്തോളം വിരക്തിയിലിരിക്കുന്നുവോ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഭഗവാനോട് നമുക്ക് ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ ആർക്കും കഴിയുന്നില്ലായിരുന്നു. കാരണം അവരെല്ലാം ഭഗവാനുമായിട്ടുള്ള ആധ്യാത്മിക ബന്ധത്തിൽ പുരോഗമിച്ച ഭക്തരാണ്, പരിശുദ്ധ ഭക്തരാണ്. ഇനി ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തി ഉടൻ തന്നെ ഭഗവാന്റെ പാഞ്ചജന്യം ശംഖൂതി. ആ ശംഖുനാഥം കേട്ടുടൻ തന്നെ ദ്വാരകാവാസികൾക്ക് ഒരുപാട് സന്തോഷമായി. അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവർക്ക് തോന്നി. അവരെല്ലാം ഓടി ഭഗവാന്റെ അടുത്തേക്ക് എത്തി പല പല ഉപഹാരങ്ങളും ഭഗവാന് വേണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് അവരെല്ലാവരും പറഞ്ഞു, ഭഗവാനെ, നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അങ്ങയുടെ ഈ ദർശനം. സൂര്യനില്ലാതെ ഈ ലോകത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും കാണാൻ കഴിയുമോ? അതേ അവസ്ഥയായിരുന്നു നമ്മുടെ
നമ്മുടെ ജീവിതത്തിലെ സൂര്യൻ അസ്തമിച്ചിരുന്നു അങ്ങ് ഇവിടുന്ന് പോയപ്പോൾ. അങ്ങില്ലാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങയുടെ സുന്ദരമായിട്ടും അതിശുഭകരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ സുന്ദര രൂപം, അങ്ങയുടെ കൃപാകടാക്ഷത്തേക്ക്, അങ്ങയുടെ നോട്ടം, അതൊക്കെ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു. നമുക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ലായിരുന്നു ഇത്രയും കാലം. അതായത് ഭഗവാൻ ഹസ്തിനപുരിയിൽ പോയതിനു ശേഷം കുറേ കാലം കഴിഞ്ഞു. മഹാഭാരത യുദ്ധവും അതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ വരികയാണ്. 18 ദിവസമുള്ള യുദ്ധമായിരുന്നു. പക്ഷെ അതിനു മുമ്പേ തന്നെ ഭഗവാൻ അശ്വമേധ രാജസൂ യജ്ഞത്തിനായിട്ടൊക്കെ പോയി. അങ്ങനെ അധികം കാലമായില്ല, ഒരു വർഷത്തോളമായി ഏകദേശം. അപ്പോൾ ആ ഒരു വർഷത്തിന്റെ വിരഹമാണ് ഇവിടെ ദ്വാരകാവാസികൾ പ്രകടമാക്കുന്നത്. അവരുടെ മനസ്സും കണ്ണുകളും ഹൃദയവും ഒക്കെ നിറഞ്ഞു ഭഗവാനെ കണ്ടപ്പോൾ. പക്ഷെ എന്നിട്ടും എത്ര കണ്ടിട്ടും മതിയാകുന്നില്ല, മനസ്സിന് തൃപ്തി വരുന്നില്ല. എന്നിട്ട് ഭഗവാൻ ഇവിടെ ഓരോ ഭക്തരുമായിട്ട് പ്രത്യേകം അവരോടെല്ലാം ഭഗവാന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചു. ഓരോ ബന്ധുക്കളോടും, രാജ്ഞിമാരോടും, മറ്റു ദ്വാരകാവാസികളോടും, ഓരോ വ്യക്തികളോടും അവർക്കെല്ലാം തോന്നി, ഇത്രയും പേരുണ്ടായിട്ടും ഭഗവാൻ എന്നെ ഒന്ന് നോക്കിയല്ലോ, എന്നോട് സംസാരിച്ചല്ലോ. അങ്ങനെ ഓരോ വ്യക്തികളും എത്രത്തോളം ഭഗവാനായിട്ട് അടുത്ത ബന്ധമുണ്ടോ, ആധ്യാത്മികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഭക്തിഭാവമുണ്ടോ, ആ ഭാവത്തിനനുസരിച്ച് ഭഗവാൻ അവരുമായിട്ട് ഇടപെട്ടു എന്നാണ്, അവരെ സന്തോഷിപ്പിച്ചു. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, ഭഗവാൻ കൃഷ്ണൻ അവിടെ 16,108 കൊട്ടാരങ്ങളിൽ 16,108 രാജ്ഞിമാരുമായിട്ട് താമസിക്കുന്ന ഭാര്യമാരാണ് അവരെല്ലാം ഭഗവാന്റെ. ആ സമയത്ത് പോലും ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ ഉത്തരവാദിത്തങ്ങളെ മറന്നിട്ടില്ല. ഭഗവാനാണ്. ഭഗവാൻ ഈ ലോകത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. കാരണം നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ സേവകരാണ്. അദ്ദേഹം ഇതിന്റെ എല്ലാം ഉടയവനാണ്. അദ്ദേഹത്തിന് സ്വയം ഒരു ഉത്തരവാദിത്വം എടുക്കേണ്ടതായിട്ടില്ല. പക്ഷെ എന്നിട്ടും ഭഗവാൻ എല്ലാവർക്കും മാതൃക കാണിക്കാൻ വേണ്ടി ഒരു ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചു. അതായത് എന്നും സന്ധ്യാവന്ദനം ഒരിക്കലും മുടക്കാറില്ല. പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ എഴുന്നേക്കാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു, ഈ കിളികളുടെയൊക്കെ ശബ്ദം കേട്ടിട്ടാണ് ഭഗവാൻ ഉണരുന്നത്. പക്ഷെ ഭഗവാൻ ചക്രവർത്തിയാണ്, രാജാവുമാണ്. അതുകൊണ്ട് പല രാജാവിനെ ഉണർത്താനായിട്ടുള്ള സേവകർ വന്ന് ഉണർത്തും, ഭഗവാന്റെ സ്തുതികളൊക്കെ പാടി. പക്ഷെ അതിനു മുമ്പേ തന്നെ ഈ കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഭഗവാന്റെ പത്നിമാർക്ക് ഒരുപാട് ദേഷ്യം തോന്നും ആ കിളികളോട്. എന്തിനാണ് ഇത്രയും നേരം വെളുത്തത്, ഇത്രയും പെട്ടെന്ന് എങ്ങനെ നേരം വെളുത്തു, ഇപ്പോൾ ഭഗവാൻ നമ്മളെ വിട്ടു പോകുമല്ലോ. ഭഗവാന്റെ ആ വിരഹം അവർക്കാർക്കും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം ഭഗവാനെ ആലിംഗനം ചെയ്ത് ഭഗവാനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുമല്ലേ അവർ. അന്നേരം ഭഗവാൻ അത്രയ്ക്ക് ആകർഷകനാണ്. അന്നേരം ഭഗവാന്റെ വിരഹം അവർക്കാർക്കും താങ്ങാൻ കഴിയുന്നില്ല. അന്നേരം നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമ്മൾ പക്ഷേ ഭാഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഭക്തിയിൽ വന്നു, ഭഗവാൻ ഇല്ലാതെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതായത് ഭഗവാന്റെ നാമം ജപിക്കാതെ, ഭഗവാനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, ഭഗവാനെ കുറിച്ചൊന്നും പറയാതെ, കേൾക്കാതെ, വായിക്കാതെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു നിമിഷം പോലും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡയറക്റ്റ്ലി ഭഗവാനെ നേരിട്ട് നമ്മൾ കണ്ടില്ലെങ്കിലും നമുക്ക് ഇത്രത്തോളം ഭഗവാനോട് ഇത്രയും അടുപ്പം ഇപ്പോൾ തോന്നുകയാണെങ്കിൽ, ഭഗവാനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഭഗവാനുമായിട്ടൊരു ഡയറക്റ്റ് ബന്ധമുള്ള വ്യക്തികൾക്ക് എത്രത്തോളം വിരഹം അനുഭവപ്പെടും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? ഭഗവാനും ഭാര്യമാരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരിക്കലും ഭൗതിക ബന്ധമല്ല, പരിശുദ്ധ പ്രേമമാണ്. ഇതിനെക്കുറിച്ച് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അതിമനോഹരമായിട്ടുള്ള ആധ്യാത്മികതയുടെ PhD ലെവൽ പഠനം എന്ന് വേണമെങ്കിൽ പറയാം.
അതാണ് ചൈതന്യ ചരിതാമൃതം. ആ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ഭഗവാനും ഭക്തരുമായിട്ടുള്ള പ്രേമബന്ധം, ഗോപികമാരും ഭഗവാന്റെ ഭാര്യമാരും അവർ തമ്മിലുള്ള ആ പ്രേമം ഒരിക്കലും കാമമല്ല എന്ന് പറയുന്നു. കാമവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു നൽകുന്നു. ഇരുമ്പും സ്വർണവും പോലെ. രണ്ടും മെറ്റലാണെങ്കിലും ഇരുമ്പ് ഇരുമ്പാണ്, സ്വർണം സ്വർണമാണ്. സ്വർണത്തിൻ്റെ ആ തിളക്കം, സ്വർണത്തിൻ്റെ ആ ഭംഗി ഇരുമ്പിന് ഒരിക്കലും കാണത്തില്ല. അതേപോലെ ഈ ലോകത്തിൽ നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ആ ബന്ധം അത് ഇരുമ്പ് പോലെയാണ്. പക്ഷേ ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ് ശാശ്വതമായിട്ടുള്ള ബന്ധം. അത് പരിശുദ്ധ പ്രേമമാണ് എന്ന് നമ്മൾ പഠിക്കും. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അന്നേരം ശ്രീമദ് ഭാഗവത്തിൽ നമ്മൾ 1-ാമത്തെ സ്കന്ധത്തിൽ നിന്നും 10-ാമത്തെ അധ്യായം 11-ാമത്തെ അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ, തത്വങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇതിൽ പന്ത്രണ്ട് 13 അധ്യായങ്ങൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത ഘട്ടത്തിലേക്ക് 12-13 അധ്യായങ്ങൾ 1-ാമത്തെ സ്കന്ധത്തിൽ തുടങ്ങാം. സൂത ഋഷി എന്തുകൊണ്ടാണ് ഭഗവാന്റെ ദ്വാരകാവാസികളെ കുറിച്ച് പറഞ്ഞത്? കാരണം ഋഷിമാരുടെ ചോദ്യത്തിൽ നിന്നാണ്. നൈമിഷാരണ്യ വനത്തിലുള്ള ഋഷിമാരുടെ ചോദ്യത്തിൽ നിന്നാണ്. അവർ ഭഗവാനെ കുറിച്ച് ചോദിച്ചിരുന്നുവെങ്കിലും അവർ ആദ്യം ചോദിച്ചിരുന്നത് പരീക്ഷിത്ത് എങ്ങനെ വന്നു എന്നാണ്. ശുകദേവ് ഗോസ്വാമി എങ്ങനെയാണ് പരീക്ഷത്തിന് ഭാഗവതം പറയാനൊരു കാരണം ഉണ്ടായത്, വ്യാസമഹർഷി എങ്ങനെ ഭാഗവതം രചിച്ചു എന്നാണ്. അന്നേരം വ്യാസമഹർഷിക്ക് എങ്ങനെ ഭാഗവതം ലഭിച്ചു അത് പറഞ്ഞു കൊടുത്തു. പിന്നെ വ്യാസമഹർഷിക്ക് ലഭിച്ച ഭാഗവതം അത് ശുകദേവ് ഗോസ്വാമിക്ക് എങ്ങനെ ലഭിച്ചു, അത് പരീക്ഷത്തിന് എങ്ങനെ ലഭിച്ചു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം പരീക്ഷത്ത് എങ്ങനെ ജനിച്ചു എന്നറിയണം അല്ലേ? പരീക്ഷത്ത് എന്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ ഗംഗാതീരത്ത് ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് ഭാഗവതം കേൾക്കാനായിട്ട് ഇരുന്നു എന്നറിയണ്ടേ? അതുകൊണ്ടാണ് യുദ്ധം നടന്നതിന് ശേഷമുള്ള ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. കാരണം അതാണല്ലോ പ്രധാനമായിട്ടും കാരണമായത്. ഉത്തരാമാതാവിൻ്റെ ഗർഭത്തെ ഭഗവാൻ രക്ഷിക്കുകയാണ്. അന്നേരം യുദ്ധം കഴിഞ്ഞു. അശ്വത്ഥാമാവ് ദ്രൗപദി ദേവിയുടെ 5 കുട്ടികളെയും രാത്രി കൊല്ലുകയാണ്. ബാക്കിയുള്ള പാണ്ഡവ സേനയിലുള്ള പ്രധാനപ്പെട്ട യോദ്ധാക്കളെയും കൊല്ലുകയാണ്. ശിഖണ്ഡി, പിന്നെ ദൃഷ്ടദ്യുമ്നൻ, അവരെയൊക്കെ കൊല്ലുകയാണ്. അതെല്ലാം പറയുകയാണ്. അതിനുശേഷം അശ്വത്ഥാമാവിനെ ബന്ദിയാക്കുന്നു. അശ്വത്ഥാമ വീണ്ടും ബ്രഹ്മാസ്ത്രം അയക്കുന്നു ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ഭഗവാൻ വീണ്ടും രക്ഷിക്കുന്നു. പിന്നെ കുന്തി ദേവി സ്തുതിക്കുന്നു. പിന്നെ അതിനുശേഷം യുധിഷ്ഠിരൻ വളരെയധികം വിരഹത്തിലിരിക്കുന്നു, വിഷമത്തിലിരിക്കുന്നു. ഭഗവാൻ പോകുന്നതിൻ്റെ ആ വിരഹം, പിന്നെ അത് കൂടാതെ ഇത്രയും പേര് ഞാൻ കാരണം മരിച്ചു എന്നൊരു തെറ്റിദ്ധാരണ, വിഷമം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു ആശ്വാസം നൽകാനായിട്ട് ഭഗവാൻ ഭീഷ്മരുടെ അടുത്ത് കൊണ്ടുപോകാൻ ഭീഷ്മസ്തുതി, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തുന്ന അവിടം വരെയാണ് ഭാഗവതം പറഞ്ഞത്. അപ്പോൾ നൈമിഷാരണ്യ വനത്തിലുള്ള ഋഷിമാര് വീണ്ടും പരീക്ഷത്തിനെ കുറിച്ച്, അതായത് ഭാഗവതം ഒരു ഫ്ലോയിലല്ല പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയിലെ ഒരു സിനിമാ കഥ പോലെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് നടന്ന സംഭവങ്ങളെ വർണ്ണിക്കുകയാണ് ആര്? സൂത ഋഷി.
അപ്പോൾ സൂതഋഷി ഇങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ വിഷയത്തിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ അങ്ങ് പോയി. ചോദ്യം എന്തായിരുന്നു? പരീക്ഷത്തിനെ കുറിച്ചായിരുന്നു. അന്നേരം പരീക്ഷത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉടനെ ഭഗവാൻ പരീക്ഷത്തിനെ രക്ഷിച്ച കാര്യം ഓർമ്മ വന്നു. അതെന്താ രക്ഷിക്കാൻ കാരണം? ഉടനെ വീണ്ടും ബാക്ക് സ്റ്റോറി, അതിന്റെ പുറകെ ഫ്ലാഷ് ബാക്ക്, പിന്നെ മഹാഭാരതവും അതും ഇതും എല്ലാം സൂതഋഷി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൽ മഗ്നനായിട്ട് ഇങ്ങനെ പോയി പിന്നെ ആ സ്റ്റോറി ദ്വാരകാവാസികളിലേക്ക് എത്തി. ദ്വാരകാവാസികളുടെ വിരഹം അതിലിങ്ങനെ അബ്സോർബ്ഡ് ആയിട്ടിരിക്കുകയാണ് സൂതഋഷി. അപ്പോൾ ഉടനെ നൈമിഷാരണ്യവനത്തിലുള്ള ഋഷിമാരെല്ലാം പറയും, അങ്ങ് ഒരുപാട് മുന്നോട്ട് പോയി. നമ്മൾ പരീക്ഷത്തിനെ കുറിച്ചാണ് അറിയേണ്ടത്. പരീക്ഷത്തിന്റെ ചരിതം പറയും. ഇത് ഇങ്ങനെ പറയാതെ അത് മുന്നോട്ട് വരാം. ഭഗവാനെ കുറിച്ച് ഇനി മുന്നോട്ട് വിസ്തരിച്ചേക്കാം. ആദ്യം പരീക്ഷത്തിനെ കുറിച്ച് പറയൂ. പരീക്ഷത്തിനെ കുറിച്ച് കേട്ടതിന് ശേഷം നമുക്ക് ഭഗവാനെ കുറിച്ച് വിസ്തരിച്ച് ആദ്യം മുതൽ പറയണം. ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഉടനെ ദ്വാരകയിലേക്ക് എത്തിയിരുന്നു. കുട്ടിക്കാലം മുതലുള്ള ഭഗവാന്റെ ലീലകളെല്ലാം കേൾക്കണം വിസ്തരിച്ച്. ഇപ്പൊ സമയമായിട്ടില്ല. ഇപ്പൊ അങ്ങ് പരീക്ഷത്തിനെ കുറിച്ച് പറയാൻ പറ. എന്നാൽ ഇതേ ട്രെൻഡാണ് ഇന്ന് പല സിനിമയിലും കോപ്പി ചെയ്യുന്നവര്. കാരണം സ്റ്റോറി നരേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കാരണം എന്തുകൊണ്ടാണ്? അതങ്ങനെ ആയതുകൊണ്ട്. ഭഗവാന്റെ കഥകൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണ് പൊതുവെ ഭഗവാൻ അർജുനന് ഗീത പറഞ്ഞു കൊടുക്കുന്നതും ശിവദേവ് ഗോസ്വാമി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നതും എല്ലാവരും അങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാവരും ഇപ്പോൾ സിനിമയിൽ കോപ്പി ചെയ്തിരിക്കുക. ഏതോ ഒരു ഗുണ്ടകളുടെ കഥ പറയുന്നത് എന്തോ വലിയ മഹാപുരുഷനെ കുറിച്ച് കഥ പറയുന്ന പോലെയാണ് ഇന്നത്തെ കാലത്ത് സിനിമയിലൊക്കെ പറയുന്നത്. എന്തോ വലിയ മലമറിച്ച കാര്യം പറയുന്ന പോലെയാണ്, എന്തോ വലിയ മഹാചരിത്ര പുരുഷനെ പോലെയാണ് ഓരോ സിനിമയിൽ ഓരോ നായകന്മാരെ കുറിച്ച് പറയുന്നത്. പക്ഷെ അവനാണെങ്കിലോ കള്ളുകുടിയും പെണ്ണുകുടിയനും ഒക്കെയാണ്. അവരെയാണ് ഇത്രയും വലിയ ഹീറോ ആക്കിയൊക്കെ കാണിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ഹീറോ പാണ്ഡവരും ഭഗവാനും ഒക്കെ അല്ലേ. ഭഗവാനാണ് ഏറ്റവും ഉത്തമ ഹീറോ. അദ്ദേഹത്തിൻ്റെ ഭക്തരാണ് അദ്ദേഹത്തെയും കാട്ടിയും വലിയ ഹീറോ. അതാണ് ഭഗവാന്റെ അഭിപ്രായം. ഭഗവാൻ എപ്പോഴും പറയുന്നത് എന്നെക്കാട്ടിയും വലിയ ഹീറോസാണ് എൻ്റെ ഭക്തന്മാരെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തവത്സലാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. എന്നാൽ ഇവിടെ എന്തു പറ്റി? സൂതഋഷി പറഞ്ഞ് അത് അങ്ങ് ദ്വാരക വരെ എത്തി. എന്നിട്ട് ദ്വാരക കണ്ടുകൊണ്ടിരിക്കുകയാണ് സൂതഋഷി. ഇതാണ് കഥ പറയലും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസം. കഥ പറയുമ്പോൾ നമ്മൾ ആ കഥ ഇമാജിൻ ചെയ്തിട്ട് പറയുകയാണ്. പക്ഷേ അത് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും അത് ഇമാജിനേഷനാണ്. പക്ഷെ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാനെ നമ്മൾ ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ആ ലോകവും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എത്ര വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണെങ്കിലും ആ സിനിമ എത്ര പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും? എത്ര പ്രാവശ്യം കാണാൻ പറ്റും? ഒരു 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 10 പ്രാവശ്യം, 20 പ്രാവശ്യം, ഒരു 100 പ്രാവശ്യം. അതൊന്നും ആരെ കൊണ്ടും പറ്റില്ല. അസഹനീയമായിരിക്കും. ബോറടിച്ചൊരു പരുവാകും എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ഡയലോഗൊക്കെ കാണപ്പെടവും സിനിമ പാട്ടും കാണപ്പെടവും. പക്ഷെ മനസ്സ് അങ്ങ് ബോറടിച്ചൊരു പരുവായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? എത്ര നേരം കണ്ടുകൊണ്ടിരിക്കാനാണ്. പക്ഷെ ഭാഗവതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് മടുക്കുന്നില്ല? എത്ര പ്രാവശ്യം നമ്മൾ ഭാഗവതം കേട്ട് കാണും. എത്ര പ്രാവശ്യം ഒരേ സ്റ്റോറി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. മഹാഭാരതം, രാമായണം, ഭാഗവതത്തിൽ ഭഗവാന്റെ ലീലകൾ, ഇതെല്ലാം എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കുന്നു. എല്ലാവർക്കും ഏകദേശം സ്റ്റോറി ലൈൻ അറിയാം. പൊതുവെ ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ കഥ ആരും അറിയാൻ പാടില്ല. സിനിമ നേരിട്ട് കാണുന്നവരെ, അതിലാണ് ആ സിനിമയുടെ വിജയം ഇരിക്കുന്നത്. പക്ഷേ ഈ ഭാഗവതവും ഭഗവത്ഗീതയും മഹാഭാരതവും സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്റ്റോറി അറിയാം, ക്ലൈമാക്സും അറിയാം. എല്ലാ സ്റ്റോറി എല്ലാ ക്ലൈമാക്സ് അറിഞ്ഞിട്ടും വളരെ ഇൻട്രസ്റ്റിങ്ങും എക്സൈറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുകയാണ്. ഇപ്പോൾ മഹാഭാരതം തന്നെ വൈകുന്നേരത്ത് നമ്മൾ 6 മണിക്ക് ചർച്ച ചെയ്യുന്നു. ആർക്കാണ് മഹാഭാരതം അറിയാത്തത്? കൊച്ചു കുട്ടികൾക്ക് വരെ മഹാഭാരത കഥകൾ അറിയാം. പക്ഷെ എത്ര കേട്ടാലും നമുക്ക് മതിയാവത്തില്ല. ഇന്നലെയും ഭീമസേനൻ്റെ ഓരോ വീരഗാഥ കേൾക്കുമ്പോൾ നമുക്കെല്ലാം വലിയ രോമാഞ്ചം തോന്നുകയാണ്. എത്ര പ്രാവശ്യം കേട്ടാലും
ഇതാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥവും ഭൗതിക കഥകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ സൂത ഋഷി അങ്ങ് പോയി ദ്വാരകയിലേക്ക്, എല്ലാരെയും കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്താ പറ്റിയത്, ഈ ശൗനകാദിക ഋഷികൾക്ക് കേൾക്കണമെന്ന്, പക്ഷെ പറഞ്ഞു ഇപ്പം വേണ്ട. ഇങ്ങ് നിർത്തുകയും ചെയ്തത്. അങ്ങ് ആദ്യം മുതൽ പറയും, പരീക്ഷനെ കുറിച്ച് പറയും. കാരണം ഭഗവാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കേൾക്കണമെന്നുണ്ട്. ഇപ്പൊ അതായത് എന്തു പറയുന്നേ, നല്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ധൃതിയിൽ കഴിക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. ഇല്ലില്ല, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് എടുത്തു ചാടി കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു സുഖമില്ല. അതുകൊണ്ട് നമ്മൾ സമാധാനമായിട്ട് ഒരിടത്ത് ഇരുന്ന് കഴിക്കുക. അതേപോലെ ശൗനകാദി ഋഷികൾ പറയും, ഭഗവാനെ കുറിച്ച് വിശദീകരിച്ച് അങ്ങ് പറയണം, പക്ഷെ ഇപ്പോഴല്ല, ആദ്യം അങ്ങ് പരീക്ഷത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. അന്നേരം പരീക്ഷിത് മഹാരാജ് ജനിച്ച സമയത്ത് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, പരീക്ഷത്തിനെ ഭഗവാൻ രക്ഷിച്ച ഒരു ചരിത്രം. അന്നേരം പരീക്ഷത്തിനെ കുറിച്ച് പറയുകയാണ്, പരീക്ഷത്തിനെ കുറിച്ച് ചോദിക്കുകയാണ് ശൗനകാദി ഋഷികൾ. ഇവിടെ പറഞ്ഞു, പരീക്ഷത്ത് ജനിച്ച സമയത്ത് ബ്രാഹ്മണ ഋഷിമാരെല്ലാവരും പരീക്ഷത്തിന്റെ ദിവ്യ ഗുണങ്ങളെക്കുറിച്ച് പ്രവചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പേര് പരീക്ഷത്ത് എന്നാണ് എന്ന് പറഞ്ഞു. കാരണം എപ്പോഴും ഗർഭത്തിനകത്ത് നിന്ന് പുറത്ത് ജനിച്ചതിന് ശേഷം ഓരോ പുതിയ പുതിയ വ്യക്തികളെ കാണുമ്പോഴും, പ്രത്യേകിച്ച് ആ മഞ്ഞ പീതാംബരം ധരിച്ച ഒരാളെ കാണുമ്പോൾ അടുത്ത് എന്ന് നോക്കും, ഇത് ആ വ്യക്തി തന്നെയാണോ, ഞാൻ ഗർഭത്തിനകത്ത് കണ്ട വ്യക്തിയാണോ, ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും. അതുകൊണ്ട് ഈ കുട്ടിയുടെ പേര് പരീക്ഷത്ത് എന്നാണ്. പാണ്ഡവരുടെ സംരക്ഷണത്തിൽ പരീക്ഷത്ത് വളരെ ശക്തനായി വളർന്നു. പിന്നെ സൂതഋഷി പിന്നെ പരീക്ഷത്തിന് ആ ചക്രവർത്തി സ്ഥാനം, ഹസ്തിനപുരിയിലെ ഭരണാധികാരം പരീക്ഷത്തിന് എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് പറയുകയാണ്. അന്നേരം ഒരിക്കൽ വിതുരർ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചെത്തി പാണ്ഡവരെ കാണാനായിട്ട്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ വിതുരർ ഒരുപാട് അപമാനം സഹിക്കേണ്ടി വന്നു ദുര്യോധനിലൂടെ. കാരണം ഭഗവാൻ ശാന്തിദൂതനായിട്ട് വന്നതിന് ശേഷം ഭഗവാൻ വെച്ച നിബന്ധനകളൊന്നും ആരും സ്വീകരിച്ചില്ല. അതിന് പകരം ഭഗവാനെ അപമാനിച്ചു. ഇത് വിതുരർക്ക് ഒട്ടും സഹിച്ചില്ല. ഭഗവാനെ അപമാനിക്കാൻ ഒരിക്കലും കഴിയില്ല. ഭഗവാൻ ആ വിശ്വരൂപം കാണിച്ചു. പക്ഷെ എന്നാലും ആ ഭഗവാനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ എന്ന് വിതുരർക്ക് വലിയ വിഷമമായി. വിതുരർ ഒരുപാട് കുറ്റം പറഞ്ഞു. ദുര്യോധനെ ഇവനെ അന്ന് തന്നെ കൊന്നു കളയേണ്ടതായിരുന്നു, ഇവൻ കാരണമാണ് ഈ കുലമെല്ലാം നശിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദുര്യോധന ഒരുപാട് വിതുരരെ അപമാനിക്കുകയാണ്. അപമാനം സഹിക്കാൻ പറ്റാതെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിതുരർ സാധാരണ വ്യക്തിയല്ല, സാക്ഷാൽ ധർമ്മരാജനാണ്. പക്ഷെ ഇതൊരു നല്ലൊരു അവസരമായിട്ട് വിതുരർ കണ്ടു. എന്നിട്ട് അങ്ങനെ അദ്ദേഹം അവിടുന്ന് കൊട്ടാരം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പല പല തീർത്ഥ സ്ഥലങ്ങളും സന്ദർശിക്കുകയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ പോയപ്പോൾ മൈത്രി ഋഷിയെ കണ്ടു. ഇത് 3ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ പഠിക്കുകയാണ്, മൈത്രി ഋഷിയും വിതുരരുമായിട്ടുള്ള സംവാദം 3, 4 സ്കന്ധങ്ങളിൽ. അന്നേരം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? അതായത് കാരണം ഭാഗവത്തിൽ ആ ഒരു ഇത് വരുന്നുണ്ട്, എന്ത് പരീക്ഷത്തിന്റെ ആ ഒരു ജനനമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് വിതുരർക്ക് ആ ഒരു അപമാനം സഹിക്കേണ്ടി വന്നത്, അല്ലേ? ദുര്യോധനിൽ നിന്നുള്ള അപമാന വാക്കുകൾ, അതൊക്കെ. എന്നിട്ട് ഇതിൽ നിന്ന് അപ്പോൾ അദ്ദേഹം വിഷമിച്ച്, അയ്യോ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ. അതല്ല വിതുരർ ചിന്തിക്കുന്നത്. വിതുരർ എന്താ ചിന്തിക്കുന്നത്? ഈ ഒരു സാഹചര്യത്തെ ഭഗവാനുമായിട്ട് കണക്റ്റ് ആകാൻ ഞാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. അന്നേരം വിതുരരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭക്തന് ആ ഒരു കലയറിയാം. ഏത കല? ദുഃഖങ്ങളെയും വിപരീത സാഹചര്യത്തെയും എങ്ങനെ ആധ്യാത്മികമായി ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആ പ്രതിസന്ധികളെ, തടസ്സങ്ങളെ ഭഗവാനുമായിട്ട് അടുക്കാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള
അപൂർവമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കല ആർക്കറിയാം? വിദുരർക്കറിയാം. അത് ഭാഗവത്തിലെ മിക്ക ഭക്തർക്കും അറിയാം. ഉദാഹരണത്തിന് ധ്രുവന് സുരുചിയിൽ നിന്നും അപമാനം സഹിക്കേണ്ടി വന്നു. ആ അപമാനം ധ്രുവൻ ഭഗവാനെ കാണാൻ വേണ്ടി ഉപയോഗിച്ചു. പാണ്ഡവർക്ക് പല പല ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. അതെല്ലാം അവർ ഭഗവാനായിട്ട് കണക്റ്റ് ആകാൻ വേണ്ടി ഉപയോഗിച്ചു. ഇനി ഭീഷ്മർക്ക്, കുന്തി ദേവി, വിദുരർ സ്വയം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു, പ്രഹ്ലാദൻ, ഭക്തപ്രഹ്ലാദൻ അല്ലേ, അങ്ങനെ വൃന്ദാവനവാസികൾ, അങ്ങനെ നമ്മൾ ദേവകി, വസുദേവർ, ഭഗവാന്റെ അച്ഛനും അമ്മയും അല്ലേ. അന്നേരം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭഗവാനുമായിട്ട് നമ്മൾ എങ്ങനെ ആ ഒരു സാഹചര്യത്തെ കണക്ട് ചെയ്യിപ്പിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും ഓർക്കുക, ഞാൻ എന്നോടും കൂടെ പറയുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇതെല്ലാം ഓരോ നിമിഷവും ഭഗവാനുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നിമിഷങ്ങളും, ആ നിമിഷങ്ങളെല്ലാം ഭഗവാനുമായിട്ട് അടുക്കാൻ ഏറ്റവും നല്ല അവസരങ്ങളാണ്. അങ്ങനെ നിങ്ങൾ ഓരോ നിമിഷത്തെയും കാണും. ആ നിമിഷങ്ങൾ, ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം സുഖം തരുന്നു, എത്രത്തോളം ദുഃഖം നൽകുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഏത് സാഹചര്യത്തിലും ഏത് പരിസ്ഥിതിയിലും എങ്ങനെ എനിക്ക് ഭഗവാന് വേണ്ടി സേവനം ചെയ്യാം, ഈ ഒരു സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് ഭഗവാന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും. അത് നമുക്ക് ചിലപ്പോൾ ഒരു രോഗം വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു കിടക്കും. നമ്മളെല്ലാവരും ശരീരമല്ലേ, നമ്മളൊരിക്കലും പേടിക്കരുത്. ഈ ശരീരം എന്നും ഇങ്ങനെ തന്നെ ഇരിക്കണം, അതൊന്നും നമ്മൾ ഭഗവാനോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരണമെന്ന് നമുക്കൊരു വിധി ഉണ്ടെങ്കിൽ അതിനെ തടയുന്നതിന് പകരം അതിനെ സ്വീകരിക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ഒരു ജന്മം ജനിക്കേണ്ടി വരത്തില്ലേ, അല്ലെങ്കിൽ കുറച്ച് യാതനകൾ അനുഭവിക്കേണ്ടി വരത്തില്ലേ നരകലോകത്തിൽ ചെന്നിട്ട്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ അതെന്തായാലും നമുക്ക് അനുഭവിച്ചേ പറ്റൂ. ഭഗവാനെ രക്ഷിക്കാൻ പറ്റും, പക്ഷെ അത് ഭഗവാൻ നിശ്ചയിക്കട്ടെ. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏത് സാഹചര്യത്തിൽ, നമ്മൾ കിടപ്പിലാണെങ്കിൽ പോലും നമ്മുടെ നാവ് ചലിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കാം, ചെവി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെക്കുറിച്ച് കേൾക്കാം, മൊബൈൽ ഫോണിലൂടെ ഭഗവാന്റെ ദർശനമെടുക്കാം, ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപങ്ങൾ കാണാം. അന്നേരം ഏത് സാഹചര്യത്തിലും എങ്ങനെ കൂടുതൽ കൂടുതൽ ഭഗവാനുമായിട്ട് നമുക്ക് അടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളപ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ശരീരം നല്ല സുഖകരമായിട്ടിരിക്കുന്ന അവസ്ഥയിലും. കാരണം ശരീരം ഫിറ്റായിട്ടിരിക്കുകയാണെങ്കിൽ, കൂടുതൽ ശരീരമാണെങ്കിൽ നമ്മൾ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യണം, ഓടിച്ചാടി സേവനങ്ങൾ ചെയ്യണം. ശരീരം അനുവദിക്കുന്നില്ല എങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നാമം ജപിക്കുക. പക്ഷേ ശാരീരിക അസ്വസ്ഥത വരുമ്പോൾ അയ്യോ എനിക്ക് വയ്യ, എന്നിത് ഈ ശരീരം ശരിയാവും, എന്നെനിക്ക് എഴുന്നേക്കാൻ പറ്റും, എന്നെനിക്ക് നേരെ ചൊവ്വെ നിൽക്കാൻ കഴിയും, എന്നെനിക്ക് ഇവിടെ ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാതെ നമ്മൾ ശരീരം അനങ്ങുന്നുണ്ടെങ്കിലും അനങ്ങുന്നില്ലെങ്കിലും, മരണം അടുത്തെത്തിയ അവസ്ഥയാണെങ്കിലും, അതായത് രോഗം മൂർധന്യ അവസ്ഥയിലെത്തിയിട്ട് 2-3 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷം. ഞാൻ ഒരിക്കലും ആരെയും വിഷമിപ്പിക്കാൻ പറയുന്നല്ല കേട്ടോ, സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മൾ വിഷമിക്കാതെ ഇരുന്നത് കൊണ്ട് മരണത്തെ അകറ്റാൻ കഴിയുമോ? നമുക്ക് വിഷമിക്കുന്നുണ്ട് നമുക്ക് മരണത്തെ അകറ്റാൻ കഴിയുമോ? അതായത് രോഗം വളരെ ശക്തമായി വന്നു, ആ വിഷമിച്ച് ദുഃഖിച്ച് അയ്യോ ഇനി ഞാൻ മരിക്കാൻ പോവാണ്, എൻ്റെ കുട്ടികളെ ഇനി എന്ന് കാണും എന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് മരണത്തെ തടയാൻ കഴിയുമോ? ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് നമ്മുടെ അടുത്തുണ്ടെങ്കിലും, എല്ലാ കാശുകളും ഉണ്ടെങ്കിലും, നമ്മുടെ കയ്യിൽ സമ്പത്തെല്ലാം കൂടി നിൽക്കുകയാണെങ്കിലും നമുക്ക് ആ മരണാവസ്ഥയെ തടയാൻ കഴിയുമോ? ഇല്ല. പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത്? ശരിയാ, ശാരീരിക വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ടാണെന്ന് ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരാൾ ദുഃഖിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് പറയാൻ പാടില്ല, ഈ നിങ്ങളുടെ കർമ്മഫലമാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആ മറ്റൊരാൾ ദുഃഖിക്കുമ്പോൾ, മറ്റൊരാൾ ദുഃഖിത അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആ വ്യക്തിയെ സഹായിക്കുക. എന്താണ് ഏറ്റവും വലിയ സഹായം? ആ വ്യക്തിയെ ഭഗവാനെ സ്മരിക്കാൻ ആ വ്യക്തിയെ സഹായിക്കുക. അതാണ് ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം.
ആ വ്യക്തി എത്രത്തോളം ദുഃഖത്തിലാണെന്ന് ആ വ്യക്തി ഓർമ്മിപ്പിക്കുന്നതിന് പകരം ആ വ്യക്തി ഭഗവാനെക്കുറിച്ച് ഓർക്കാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുക, പ്രചോദനം നൽകുക. അതാണ് ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം. കാരണം ആ ഒരു സ്മരണ മാത്രമേ ആ വ്യക്തി യഥാർത്ഥത്തിൽ സഹായിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വിപരീത സാഹചര്യത്തിലും, അത് നല്ല സാഹചര്യമാണെങ്കിൽ പോലും, ആ ഓരോ നിമിഷങ്ങളിലും എങ്ങനെ എനിക്ക് ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കാം, ഭഗവാന് വേണ്ടി ഈ ഒരു ഭക്തൻ പറയുന്നു, പലരും ചെറിയ പരീക്ഷണം വരുമ്പോൾ തന്നെ ഭഗവാനെ തള്ളിപ്പറയുന്നു. അതെ, അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ. പക്ഷെ നല്ല കാലം വരുമ്പോഴും അവർ ഓർക്കാറില്ലേ? നല്ല കാലം വരുമ്പോഴും അവർ, അതായത് ഒരിക്കൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെന്നീസ് ലെജൻഡാണ്, ആളുടെ പേര് ഞാൻ വിട്ടുപോയി. ആള് പറയുകയാണ്, ആള് വളരെ ഫേമസ്, എത്രയോ പ്രാവശ്യം ആ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വിംബിൾഡൺ, അതങ്ങനെ എന്തൊക്കെയോ ടൂർണമെന്റ്സ് ഒക്കെ ജയിച്ചു. അവസാനം അദ്ദേഹത്തിന് വലിയൊരു ക്യാൻസർ രോഗമായിരുന്നു, വന്നു. അങ്ങനെ അദ്ദേഹം, എല്ലാവരും വളരെ വിഷമിച്ചു, അയ്യോ ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചുള്ളൂ, അങ്ങനെ സംഭവിച്ചുള്ളൂ. അന്നേരം അവരെല്ലാം അവരുടെ ദുഃഖം പ്രകടിപ്പിച്ചു. അവർ അദ്ദേഹത്തിൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, എന്നാലും അങ്ങേക്ക് ഈ ദുഃഖം വന്നല്ലോ, ദൈവം ഇങ്ങനെ ഒരു അനീതി അങ്ങയോട് ചെയ്തല്ലോ, അങ്ങ് ആരെയും ദ്രോഹിച്ചില്ല, ആരെയും വിഷമിപ്പിച്ചില്ല. അന്നേരം അങ്ങ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അങ്ങക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? അന്നേരം അദ്ദേഹം പറഞ്ഞു, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ടെന്നീസ് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടിക്കാലം മുതലേ. അതിൽ വളരെ കുറച്ച് പേരാണ് പ്രൊഫഷണലി ടെന്നീസ് കളിക്കുന്നത്. ഇനി ആ പ്രൊഫഷണലി ടെന്നീസ് കളിച്ച വ്യക്തികളിൽ നിന്നും വളരെ കുറച്ച് പേരായിരിക്കും ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത വ്യക്തികളിൽ വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ഇങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ എടുക്കുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, ഇത്രയും പ്രാവശ്യം. അന്നേരം ഈ ഒരു സൗഭാഗ്യമെല്ലാം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ഈശ്വരനോട് ചോദിച്ചില്ല, എന്തുകൊണ്ട് എനിക്കിതൊക്കെ തരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പ്രതിസന്ധികൾ ഇങ്ങനെ പലതും വന്നപ്പോഴൊന്നും ഞാൻ ഈശ്വരനോട് ഈ സൗഭാഗ്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഈശ്വരനോട് ചോദിച്ചില്ല, ഭഗവാനെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് എന്തുകൊണ്ട് എനിക്ക് തന്നെ ഈ സൗഭാഗ്യം അങ്ങ് നൽകുന്നു എന്ന് ഞാൻ ഒരിക്കലും ഈശ്വരനോട് ചോദിച്ചില്ല. പിന്നെ ഈ ഒരു ദുഃഖം, ഇത്രയും സൗഭാഗ്യങ്ങൾ ലഭിച്ചതിൻ്റെ കൂടി ഒരു പ്രാവശ്യം ഭഗവാൻ ഒരു ദുഃഖം തരുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഇത് ചോദിക്കേണ്ടത്? എത്ര മനോഹരമായിട്ടുള്ള വചനങ്ങളാണ്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരുന്നതിന് മുമ്പേ കുട്ടിക്കാലം മുതൽ നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പക്ഷെ പല വ്യക്തികളും അത് ഓർക്കാൻ താല്പര്യപ്പെടാറില്ല. അവർ സ്വാമി ദുഃഖം തന്നെയാണ്, ജനിച്ചപ്പം മുതലേ ദുഃഖം ദുഃഖം ദുഃഖം. അതാണ് നമ്മുടെ നന്ദികേടെന്ന് പറയുന്നത്. ദുഃഖം കിട്ടിയില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം നന്മകളൊന്നും ഓർമ്മയില്ലല്ലോ. എന്ത് കിട്ടിയില്ല എന്ന് മാത്രമേ ഓർക്കാൻ കഴിയൂ, എന്ത് കിട്ടിയെന്ന് ഓർക്കാൻ കഴിയില്ല. എത്ര കിട്ടിയാലും മതിയാകാത്ത ആർത്തി ആക്രാന്തമാണ്. പിന്നെ എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക? ശരീരത്തെ മാത്രം നോക്കിയാൽ മതി. ഈ ശരീരം ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ലേ? കണ്ണ് കാണുന്നില്ലേ? ചെവി കേൾക്കുന്നില്ലേ? ഭക്ഷണത്തിന് മുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതാലോചിച്ചു നോക്കൂ. ഇതന്നെ വലിയൊരു സൗഭാഗ്യമല്ലേ? പക്ഷെ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നന്ദി കെട്ടവരാണ്. നന്ദി കെട്ടവർക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുക? അതുകൊണ്ട് നമുക്ക് ലഭിച്ച ദുഃഖത്തെക്കുറിച്ച് ആലോചിക്കാതെ നമുക്ക് ലഭിച്ച സുഖങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. അപ്പോൾ നമുക്ക് വലിയൊരു ലിസ്റ്റ് കിട്ടും. ഇപ്പം നമ്മൾ വലിയൊരു ലിസ്റ്റ് എന്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത്. പക്ഷേ ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. നമ്മൾ ഓരോ ശ്വാസത്തിന് പോലും നന്ദി പറയണം. കൊറോണ സമയത്ത് ഒരു ശ്വാസത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട് ആൾക്കാർ. ഈ ലോകത്തിലെ വലിയൊരു കോടീശ്വരൻ മരിച്ചു കൊറോണ വന്നപ്പോൾ. അന്നേരം ആ മകൾ പറയുകയാണേ, എൻ്റെ അച്ഛൻ ഇത്രയും കാശുണ്ടാക്കി, ഇത്രയും ഡോക്ടേഴ്സും എല്ലാം ഉണ്ടായിരുന്നു, അവസാന നിമിഷം അദ്ദേഹം കൊതിച്ചത് ഒരു ശ്വാസത്തിന് വേണ്ടിയാണ്.
ഒരു ശ്വാസം പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഭക്ത പറയുന്നത്, എന്നെ എന്തിനാ ഇങ്ങനെ ആക്കിയത് ദൈവം എന്നാണ് പറയുക. അത് നമ്മുടെ കയ്യിലിരിപ്പാണ്. നമ്മുടെ കയ്യിലിരിപ്പല്ലേ അത്. പരീക്ഷയിൽ ഒരു ഭക്ത പറയുന്നു, എൻ്റെ അയൽ വീട്ടിലുള്ള അമ്മ ദയനീയ അവസ്ഥയിലിരിപ്പാൻ ഞാൻ അടുത്ത് പോയി നാമം ചൊല്ലുമ്പോൾ പൊക്കാൻ പറ്റാത്ത അവരുടെ കൈ വെച്ച് പതുക്കെ താളം പിടിക്കും, പാവം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ജീവിതം നയിക്കുന്നവർക്ക് ഭഗവാനോട് അടുക്കാൻ വളരെ എളുപ്പമാണ്. അവരേത് വിപരീത സാഹചര്യത്തിലും ഭഗവാനോടുള്ള ആ ഒരു ഭക്തി അതൊന്നും അവർ മറക്കത്തില്ലെന്നുള്ളതാണ്. പക്ഷേ അഹങ്കാരത്തിൽ ജീവിക്കുന്നവർ, അവർക്കൊരിക്കലും ഈശ്വരനായിട്ട് അടുക്കാൻ കഴിയില്ല. അതിനുള്ള യോഗ്യത അവർ നേടിയെടുത്തിട്ടില്ലെന്നാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരത്ത് മഹാഭാരതത്തിൽ നമുക്ക് കാണാം. വൈകുന്നേരം 6 മണിക്ക് അർജുൻ ദേവലോകത്തിൽ നിന്നും തിരിച്ചെത്തുന്ന ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഒരുപാട് നന്ദി. എല്ലാവരും ഇത്രയും ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ തത്വങ്ങൾ കേൾക്കുന്നതിന്. നിങ്ങൾക്കെല്ലാവർക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കാൻ ഉള്ള മഹാസൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.